ഹലോ, നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് 2 ജപ്പാൻ സീരീസ് ചെയ്തില്ലേ, ജപ്പാനിൽ പോകാതെ തന്നെ. അതുകൊണ്ടായിരിക്കും കേട്ടോ എൻ്റെ ഫീഡിൽ ഇപ്പോൾ ജപ്പാനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കണ്ട ഇൻട്രസ്റ്റിംഗ് ഒരു സാധനമാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്ന്. സംഗതി വേറൊന്നുമല്ല, ജപ്പാനിൽ ഫ്രണ്ട്സ് തമ്മിൽ കല്യാണം കഴിക്കും. അതിപ്പോൾ എന്തെത്ര പുതുമാന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല കേട്ടോ. ഇവർ കല്യാണം കഴിക്കുന്നത് ആ ഒരു കമ്പാനിയൻഷിപ്പും കമ്പാറ്റബിലിറ്റിയും നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുത്തിട്ടല്ല അവർ കല്യാണം കഴിക്കുന്നത്. ഇനി ഇൻ കേസ് അവർക്ക് കുട്ടികൾ വേണമെന്നുണ്ടെങ്കിലോ അഡോപ്റ്റീവ് ആണ് അത്ര ഭൂരിഭാഗം ആൾക്കാർ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മാരേജിൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം അവർ പറയുന്നത് ഒരു പരിചയമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ച് പോകുന്നേക്കാളും ഭേദം ഇതല്ലേ എന്ന്. കാരണം ഇവർ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് എന്താ പറയുക, അവരുടെ ഇപ്പം ട്രാവൽ ചെയ്യാൻ ഒരു കമ്പാനിയൻ, ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു കമ്പാനിയൻ, അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ ആ ഒരു ടൈപ്പ് ഓഫ് മാരേജ് കൊണ്ട്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും അരോചകമായിട്ട് തോന്നുന്നു, അപ്പം എന്തിനാ കെട്ടുന്നതെന്ന് തോന്നുമായിരിക്കും. ബട്ട് എന്തോ അവരുടെ രീതി അതാണ്. പിന്നെ ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ പല കൺട്രീസിലേക്കും വരുന്നുണ്ട്. അപ്പോൾ വാക്ക് മറക്കണ്ട, ഫ്രണ്ട്ഷിപ്പ് മാരേജ്.